ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് ഹോൾ ടിക്കറ്റ് വന്ന സമയത്ത് അതിൽ പറഞ്ഞിരുന്ന ഡേറ്റ്, മുമ്പുണ്ടായിരുന്ന അറ്റംപ്റ്റുകളുടെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് നാളെ ഏർലി മോർണിംഗ് നമ്മുടെ റിസൾട്ട് വരും. ഒരു 7 PM 6:30 ഒക്കെ ആകുമ്പോഴേക്ക് വരാറുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. നാളെയാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് റിസൾട്ടിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ, ഒന്ന് ടെൻഷൻ ഉണ്ടാവും. റിസൾട്ട് ഓപ്പൺ ചെയ്യാൻ തന്നെ ടെൻഷൻ ഉണ്ടാവും, ഉള്ളിൽ ഭയങ്കര പേടി ഉണ്ടാവും. റിസൾട്ട് വന്നിട്ടും നോക്കാതെ, രാവിലെ റിസൾട്ട് വന്നിട്ടും വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ച് പിന്നീട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ റിസൾട്ട് നോക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനുകളുണ്ട്. ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും, കാരണം ഓൾറെഡി പരീക്ഷ എഴുതിയപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് റിസൾട്ട് വന്നാൽ ഒരു സന്തോഷം ഉണ്ടാവും, പെട്ടെന്ന് നോക്കാം, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം എന്നൊരു മെൻറ്റാലിറ്റി കൊണ്ട് നോക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, നമുക്കറിയാം ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് CMA പോലൊരു എക്സാം എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ എക്സാമാണ്. മെജോറിറ്റി ആളുകളും ഫെയിൽ ആവുന്ന എക്സാമാണ്. ഫെയിലിയർ ക്യാൻ ഹാപ്പൻ, അതുണ്ടാവാം, സ്വാഭാവികമാണ്. ഇപ്പോൾ റാങ്ക് നേടിയ ആളുകൾ, എൻ്റെ പരിചയത്തിൽ CMA എക്സാമിൽ റാങ്ക് നേടിയ ആളുകൾ പോലും 1-2 അറ്റംപ്റ്റ് ഫെയിലായിട്ട് പിന്നീടുള്ള അറ്റംപ്റ്റിൽ റാങ്ക് വാങ്ങിയ ആളുകളുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അഗ്രിഗേറ്റ് കിട്ടാതെ ഫെയിലായിട്ട് പിന്നെ തൊട്ടടുത്ത അറ്റംപ്റ്റിൽ നല്ല മാർക്കോട് കൂടി 50 റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ ഫെയിലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വീക്കാണെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റലിജൻ്റ് അല്ല എന്നൊന്നുമല്ല. ഇത് അത്തരത്തിൽ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമേ അല്ല. അതാദ്യം ഓർത്ത് വെക്കുക. റിസൾട്ടിന് മുമ്പ് നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്ത് ചെയ്യരുത്, മാറരുത്. ചില ആളുകളുണ്ട് റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് ഫെയിലാണ്, നാളെ ഇപ്പോൾ ഇത് നെഗറ്റീവായി എന്ന് തന്നെ വിചാരിക്കുക. അതോടുകൂടി ഈ കോഴ്സ് നിർത്തി പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ടും പാസ്സാവാൻ പറ്റിയില്ല, എനിക്ക് അറ്റംപ്റ്റ് നഷ്ടപ്പെട്ടു, ഇത്ര ഏജായി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്രയും കാലം ഇതിലേക്ക് ഇട്ട എഫേർട്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ അറ്റംപ്റ്റ് അല്ലെങ്കിൽ തൊട്ടടുത്ത അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സാവും. CMA ക്വാളിഫൈ ചെയ്ത ഒരാളോട് ഒരിക്കലും നിങ്ങൾ എത്ര അറ്റംപ്റ്റ് എടുത്തിട്ടാണ് പാസ്സായത് എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾ ക്വാളിഫൈ ചെയ്തു, കഴിഞ്ഞു, ഈസ് എ പ്രൊഫഷണൽ. കാരണം CMA എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ മെച്യൂരിറ്റി, എക്സാം ടെമ്പർമെൻറ്റ്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ വേണം നാളെ എന്ത് ചെയ്യാൻ, റിസൾട്ടിനെ അപ്രോച്ച് ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ അറ്റംപ്റ്റ് ഫെയിൽ ആയി, അല്ലെങ്കിൽ നമ്മുടെ ഡിസംബർ എക്സാമിൽ നമ്മൾ ഫെയിലായി, നമ്മുടെ അറ്റംപ്റ്റ് പോയി എന്നതൊഴിച്ചാൽ നമ്മുടെ ഡ്രീം അപ്പോഴും അവിടെ പെൻഡിങ് ആണ്. അതിലേക്ക് തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഈ പ്രൊഫഷണൽ എക്സാമുകളുടെ ഒരു പ്രത്യേകത. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇൻ കേസ് നാളെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ പാസ്സായി, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ മാർക്ക് വന്നു, തൊട്ടടുത്ത ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു തുടങ്ങും, ഫൈനൽ ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് കാര്യങ്ങൾ ജോബൊക്കെ നോക്കി പോകും. ഫെയിൽ ആവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള കുട്ടികളോടാണ് എനിക്ക് ഇത് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഇത് പറയാനുള്ളത്. ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ, തൊട്ട് പിറ്റത്തെ ദിവസം നമ്മൾ തുടങ്ങിയേ പറ്റൂ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. സാർ, ഭയങ്കര ടെൻഷനാണ്, നാളെ റിസൾട്ട് എന്താവുമെന്ന് അറിയില്ല, ഞാൻ ഫെയിൽ ആവാനാണ് സാധ്യത കൂടുതലുള്ളത്, അത്രയൊന്നും നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല, ടെൻഷൻ ആവുന്നുണ്ട്, ഞാൻ റിസൾട്ട് നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. ഞാൻ അത് നിർത്തുകയാണ്, നാളെ ഫെയിൽ ആവുകയാണെങ്കിൽ ഇതോടുകൂടി എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, ഇതൊരു പ്രൊഫഷണൽ എക്സാമാണ്. എല്ലാവരും, മെജോറിറ്റി 90% ആളുകളും 2, 3, 4 അറ്റംപ്റ്റ് എടുത്തിട്ട് തന്നെയാണ് പാസ്സാവാറുള്ളത്. പിന്നെ അത്തരത്തിലുള്ള കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് പ്രോപ്പർ ഷെഡ്യൂൾ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഫെയിലായത്. നിങ്ങൾക്കൊരു ഗൈഡൻസ്, സപ്പോർട്ട് സിസ്റ്റം, ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റക്ക് ആകുമ്പോൾ അതിലൊരു ഡൗട്ട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തന്ന്, ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കൺസെപ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ട് ഫെയിലാവുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എൻ്റെ റെക്കോർഡ് ഓൺലൈൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്താൽ കംപ്ലീറ്റ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്തരത്തിലുള്ള സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ക്ലാസ് എന്നതിലുപരി ആ കുട്ടികൾക്ക് മെൻ്റലി കൂടി സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്ത് ഡൗട്ട്, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇതുണ്ടാവും, ഇത്തരത്തിലുള്ള ഒരു ചോദിക്കുന്നത് പൊട്ടത്തരമാണ്,
അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും. അപ്പോൾ നാളെ റിസൾട്ട് വന്നാൽ ഫെയിലായാൽ അത് നമ്മുടെ റീസ്റ്റാർട്ട് പോയിൻ്റാണ്, ഒരിക്കലും നമ്മുടെ ഈ കോഴ്സിൻ്റെ എൻഡല്ല എന്ന് ഓർത്ത് വെക്കുക. പാസ്സായാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ ഡ്രീമിനെ ബാധിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ CMA സ്റ്റുഡൻസിലേക്ക് ഷെയർ ചെയ്യുക. ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, റിസൾട്ട് അറിഞ്ഞാൽ അത് സക്സസ് ആവട്ടെ ഫെയിലിയർ ആവട്ടെ നിങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. ഇനി അതല്ലെങ്കിൽ 9496353208 എന്ന് പറയുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ ചെക്ക് പോയിൻ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ എന്തായാലും റിസൾട്ട് നോക്കുന്നു. നാളെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 99% വരും. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നാളെ തന്നെ വരും, ഏർലി മോർണിംഗ് തന്നെ വരും. അപ്പോൾ അതപ്പം തന്നെ നോക്കുക, എന്നെ കൂടി അറിയിക്കുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ CMA സ്റ്റുഡൻസിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഭാഗത്തുനിന്ന് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ടെൻഷനോ കാര്യങ്ങളോ ഗൈഡൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തു. ഞാൻ ഏത് സമയത്താണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ റിസൾട്ട്.